വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരുള്ള ജലഹല്ലി മെട്രോ സ്റ്റേഷനിലാണ്. പൊതുവെ വണ്ടി ഫീൽഡ് മൊത്തം ഡൗൺ ആയതുകൊണ്ട് നമ്മളിതാ ഇവിടെ ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. നിർഭാഗ്യവശാൽ നമുക്ക് ആ ജോലി സെറ്റായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ട്രെയിൻ കയറി തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. മെയിൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് മജിസ്റ്റിക്കിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം. മജിസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4:45 നമുക്ക് ആലപ്പുഴയ്ക്കുള്ള ട്രെയിൻ. ഇവിടെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 2 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. നമ്മൾ എന്നിട്ട് ജലഹല്ലി ക്രോസ് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 4:20, 4:25 ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. നമ്മളെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അടുത്ത ട്രെയിനൊക്കെ തിരക്കിയപ്പോഴത്തേക്ക് 8:30 ആകുമ്പോഴത്തേക്കേ ഉള്ളൂ. നമ്മൾ പോകുന്ന ട്രെയിനിൽ സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ബസ്സിൽ പോകാനുള്ള പ്ലാനാണ്. അവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ ഫ്ലിക്സ് ബസ്സിൻ്റെ ഓഫീസിലെത്തിയിട്ടുണ്ട്. മേക്ക് മൈ ട്രിപ്പ് എന്ന് പറയുന്ന ആപ്പിലൂടെ നമ്മൾ റേറ്റ് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാ നൈറ്റ് സർവീസ് വണ്ടികൾക്കും 1200, 1300 ആ ഒരു റേഞ്ചാണ് റേറ്റ് കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം നമ്മൾ ഫ്ലിക്സ് ബസ്സിൻ്റെ ഓഫീസിലെത്തി തിരക്കിയപ്പോഴത്തേക്ക് ഓഫർ ഉണ്ട്. ഒരു സീറ്റിന് 600 രൂപ അടുത്ത് റേറ്റ് വരുന്നുള്ളായിരുന്നു. നോർമലി ഏറ്റവും കുറഞ്ഞ റേറ്റ് സ്ലീപ്പർ ബസ്സിന് 1000-1000 മേപ്പോട്ടൊക്കെയാണ്. ഭാഗ്യവശാൽ നമുക്ക് ഒരു സീറ്റ് 600 രൂപക്കാണ് കിട്ടിയത്. 2 സ്ലീപ്പർ സീറ്റിന് നമുക്ക് ആകെ ആയത് 1200 രൂപ ആയിട്ടുള്ളൂ. 7:30 നമ്മുടെ വണ്ടി വരുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഓഫീസിലെത്തി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു വണ്ടി വന്നപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു ഈ വണ്ടി ആയിരിക്കുമെന്ന്. പക്ഷേ ഈ വണ്ടി അല്ലായിരുന്നു. അങ്ങനെ നമുക്ക് പോകേണ്ട ബസ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് നേരെ ആലപ്പുഴയ്ക്കാണ് നമ്മൾ പോകുന്നത്. വണ്ടി കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിച്ചു വോൾവോയുടെ 9600 എന്ന് പറയുന്ന മോഡലായിരിക്കുമെന്ന്. പക്ഷേ അല്ല, ഭാരത് ബെൻസിൻ്റെ ഗ്ലൈഡർ എന്ന് പറയുന്ന മോഡലിൽ ഇപ്പാണ് ഇറക്കിയിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലൊരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു വണ്ടി കാണാനായിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ലഗേജൊക്കെ വെച്ചിട്ട് നേരെ ബസ്സിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്യാബിൻ വരുന്നത്. സീറ്റെല്ലാം അത്യാവശ്യം ഫുള്ളായിരുന്നു. വണ്ടിയിലോട്ട് കയറാനുള്ള ധൃതിയിലാണ് എല്ലാവരും. അങ്ങനെ നമ്മളിതാ നമ്മുടെ ബെർത്തിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ളത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്, ആദിലെന്നാണ് പേര്. അവനായിട്ടായിരുന്നു ഞാൻ ബാംഗ്ലൂർ പോയത്. നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഇതാ നമ്മുടെ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ വണ്ടി കയറി ഇരുന്ന ഉടനെ തന്നെ നമ്മുടെ ചേട്ടൻ നമുക്ക് വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നതിൻ്റെ ധൃതിയിലാണ് ചേട്ടൻ. 7:30 ബസ്സാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷാർപ്പ് 7:30 ആയപ്പോൾ തന്നെ ഇവർ കറക്റ്റ് ഇവരുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ എല്ലാ ഫ്രണ്ട്സും പറയാറുണ്ട് ബാംഗ്ലൂർ അത്യാവശ്യം നല്ല ബ്ലോക്കാണെന്ന്. ഇന്നിവിടെ വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത്. ഇതൊന്നും കാര്യമാക്കാണ്ട് ഒരുത്തെന്താ ഫുൾ ടൈം രാവിലെ തൊട്ട് വൈകിട്ട് വരെ എങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ട് കിടക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ ഒരുവിധം ബ്ലോക്കൊക്കെ മാറി നമ്മുടെ വണ്ടി പയ്യെ മൂവിങ്ങിലോട്ടായിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഒരുപാട് നൈറ്റ് സർവീസ് ബസ്സുകൾ ഉണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള ലൈൻസിൻ്റെ സ്കാനിയ എന്ന് പറയുന്ന മോഡൽ ബസ്സാണ്. അങ്ങനെ വണ്ടി ഇതാ ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. 20 മിനിറ്റ് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കാണ് കുഞ്ഞിനെ കണ്ടത്. കുഞ്ഞാണെങ്കിൽ ഞങ്ങളെ കണ്ടപ്പോൾ തൊട്ട് ഫുൾ ടൈം ചിരിയാണ്. അങ്ങനെ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 3 മണിക്കൂറിന് ശേഷം മാത്രമേ വാഷ്റൂമിൽ പോകാനാണെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തൂ. മെയിനായിട്ട് ഈ നൈറ്റ് സർവീസ് ബസ്സുകളിലെല്ലാം ഡബിൾ ഡ്രൈവറും അതേപോലെ തന്നെ ഒരു കിളിയും ഉണ്ടാവും. രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ വണ്ടിത്തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ചേട്ടനാണെങ്കിൽ വണ്ടി പറപ്പിച്ച് വിടുവാണ്. എത്ര സ്പീഡിൽ പോയിട്ടും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് വണ്ടിയുടെ ബാക്കിൽ കിടക്കുന്നവർക്ക് അറിയില്ല. അങ്ങനെ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമുക്ക് ഉറക്കത്തിൻ്റെ വിളി വന്നിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഇതാ ഇവിടെ തുറവൂർ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി റോഡും ഒട്ടും കുലുക്കവും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ആരും ഒന്ന് വിളിച്ചെണീപ്പിക്കേണ്ട വന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ എണീറ്റപ്പോൾ തന്നെ കാണുന്നത് ഇവനെയാണ്. ഇതാ ഫോണിൽ കളിച്ചുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല കംഫോർട്ട് ഉണ്ടായിരുന്നു. വന്ന് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇതാ ഇപ്പോഴാണ് എണീക്കുന്നത്. എണീറ്റ ഉടനെ നമ്മൾ നേരെ ക്യാബിനിലോട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവരോടും ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാൻ പറ്റൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണാം.